This call is now being recorded. അപ്പോൾ നമ്മുടെ വാക്ക് വിത്ത് വി സി കിഡ്സ് ബേർഡിംഗ് ചാലഞ്ചിന്റെ രണ്ടാമത്തെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഇന്ന് തുടങ്ങുകയാണ്. ഇപ്പൊ തുടങ്ങുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ വാക്ക് വിത്ത് വി സി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു അംഗവും അതുപോലെ ഈ ബേർഡിംഗ് ചാലഞ്ചിന്റെ മെന്ററും കൂടി ആയിട്ടുള്ള നമ്മുടെ ലതിക ടീച്ചറാണ്. ടീച്ചർ കതിരൂരിലാണ് താമസം. ചുണ്ടങ്ങാപ്പൊയിൽ മാപ്പിള LP സ്കൂളിൽ 35 വർഷം ജോലി ചെയ്തു. ഇപ്പൊ റിട്ടയറായി. അതിൽ 18 വർഷം ഹെഡ് ടീച്ചർ ആയിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലുള്ള പരിസ്ഥിതി പഠനത്തിന്റെ അല്ലെങ്കിൽ പരിസ്ഥിതി ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്രീ ജോൺ സി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള നേച്ചർ ക്ലബിലൂടെ പ്രകൃതിയെ അറിഞ്ഞു തുടങ്ങി. പക്ഷി നിരീക്ഷണത്തിനായി നിരന്തരം യാത്രകൾ ചെയ്യുന്നുണ്ട്. ഒട്ടേറെ ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. കണ്ണൂർ ആസ്ഥാനമായി വർക്ക് ചെയ്യുന്ന മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് എന്ന സംഘടനയുടെ അംഗവും ആ സംഘടനയ്ക്ക് വേണ്ടി ഒട്ടേറെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വളരെ കാലമായിട്ട് ബേർഡിംഗ് രംഗത്ത് വളരെ സജീവമായിട്ട് ഉണ്ടായിട്ടുള്ള വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ബേർഡർ കൂടിയാണ് ടീച്ചർ. ഈ ഗ്രൂപ്പിന്, കുട്ടികളുടെ ഗ്രൂപ്പിന് ടീച്ചറെ മെന്ററായി കിട്ടിയത് വലിയൊരു ഭാഗ്യമാണെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത്രയും ശ്രദ്ധാപൂർവം ടീച്ചർ നിങ്ങളുടെ ഓരോ പോസ്റ്റും ശ്രദ്ധിക്കുന്നുണ്ട്. ടീച്ചറുടെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, സംശയങ്ങളെല്ലാം ചോദിക്കുക. അപ്പൊ ടീച്ചറെ ഓക്കെ. അപ്പൊ ഓക്കെ അല്ലേടാ മക്കളെ? എത്ര കുട്ടികളുണ്ട്? ആരൊക്കെയുള്ള? ഒന്ന് പേര് പറഞ്ഞേ. എന്താ ആരും ഉണ്ടാത്ത? കേക്കുന്നില്ലേ? നില, പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ. 4 ഉള്ളോ? അപ്പൊ നിങ്ങൾ ഇത്രയും ദിവസം നിരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അതില് ഡൗട്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? പറയ്, നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറഞ്ഞോ. അത് തീർക്കാനല്ലേ ഞങ്ങൾ ഇരിക്കുന്നേ. എന്താടാ മക്കളെ, ധൈര്യത്തോടെ പറയ്. ഇതെന്താ ആരും ഒന്നും പറയാത്തെ? Ma'am. പറഞ്ഞോ. I don't have a question about birding. But I have a question about how to write the habitat of my backyard. ഓക്കെ ഓക്കെ. ഹാബിറ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവാസ വ്യവസ്ഥ, ഒരു പക്ഷി നിൽക്കുന്ന ആ ഒരു പ്ലേസ് എന്താണ് അത്. ഇപ്പൊ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലത് വെറ്റ്ലാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ റിവർ ബാങ്ക് ഉണ്ടാവും, ഇനി സീഷോർ ഉണ്ടാവും, പിന്നെ ഉള്ളത് ഹില്ലി ഏരിയ, നമ്മള് സ്വന്തം ബാക്ക്യാർഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ്. ഇതിനാണ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷി എവിടെ നിൽക്കുന്നോ അതിന്റെ ആ ആവാസ വ്യവസ്ഥ. മനസ്സിലായോ? യെസ്. ഓക്കെ. ഇനി ഹാബിറ്റ് എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവ രീതി, അതിന്റെ ശീലങ്ങൾ. ഒരു പക്ഷിയുടെ സ്വഭാവ രീതി അല്ലെ അതിന്റെ ശീലത്തിനാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഓരോ ഹാബിറ്റ് ഉണ്ടാവില്ലേ? നമ്മൾ ചിലപ്പോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഹാബിറ്റാണ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെയാണ് പക്ഷികളുടെ കാര്യം. പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഓരോ ഹാബിറ്റ് ഉണ്ടാവും. ഇപ്പൊ കാക്കക്ക് ഒരു ഹാബിറ്റ് ഉണ്ട്. കാക്ക നമ്മൾ പറമ്പിലേക്ക് കളയുന്ന വസ്തുക്കളൊക്കെ ഭക്ഷിക്കുന്നു, പിന്നെ ചത്ത് കിടക്കുന്ന ജീവികളൊക്കെ തിന്നുന്നു. അതൊക്കെ അതിന്റെ ഹാബിറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഹാബിറ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്? ഒന്നുമില്ലേ? അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന 2-3 ബേർഡ്സിനാവുന്ന എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ.
ഇവിടെ ഒരെണ്ണത്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സൺബേർഡിന്റെ പിക്ചർ കാണുന്നുണ്ടോ? എന്തേ ആരും ഒന്നും ഉണ്ടാത്തെ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഇത് പർപ്പിൾ റംബഡ് സൺബേർഡ് ആണ്. പർപ്പിൾ റംബഡ്. ഇതിന്റെ കൊക്കിന് ഇത് ഒരു ഫീമെയിൽ ബേർഡ് ആണ്. ഇതിനെ കണ്ടല്ലോ. അപ്പൊ ഞാൻ അടുത്തത് കാണിക്കുന്നു. ഇത് കാണുന്നുണ്ടോ? ഇത് പർപ്പിൾ ഇത് ഓൺലി പർപ്പിൾ. ഇത് പർപ്പിൾ സൺബേർഡ് ആണ്. നേരത്തെ പർപ്പിൾ റംബഡ് സൺബേർഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് മറ്റേതിനേക്കാൾ കുറച്ചും കൂടി വലുതാണ്, സൈസ് കുറച്ചും കൂടെ വലുതാണ്. അതിന്റെ കളറിലെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇത് ലോട്ടൻസ് സൺബേർഡ്. അതിന്റെ കൊക്കിന്റെ വലിപ്പം കണ്ടോ നിങ്ങള്? കാണുന്നില്ലേ? യെസ്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് ഈ 3 എണ്ണത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ്. ഇതിന്റെ കളർ കണ്ടില്ലേ? ഇത് കുറച്ചും കൂടെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് ഉണ്ടാവുന്നത്, കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ. പക്ഷെ അത് ആ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ചില സമയത്ത്, അതായത് സീസണിൽ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നില്ലേ നമ്മുടെ നാട്ടില്, അതുപോലെ ഇത് കുറച്ച് താഴോട്ടേക്ക് പറന്നു വരും. പക്ഷെ നമ്മുടെ ഇവിടെ ലെവൽ പ്ലേസിൽ, കടലിനോട് ചേർന്നുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഇതിനെ കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മൂന്നാറ്, വയനാട് പോലെയുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ധാരാളം കാണാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഈ ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ്. ഇതാണ് സൺബേർഡ്സിൽ ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പം 4 സൺബേർഡിനെയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ക്രിംസൺ ബാക്ക്ഡ്, ഇത് ലോട്ടൻസ്, ഇത് പർപ്പിൾ സൺബേർഡ്, ഇത് പർപ്പിൾ റംബഡ് സൺബേർഡ്. ഈ 4 എണ്ണം ക്ലിയർ ആയോ? ടീച്ചറെ, ആ ഇമേജ് പറഞ്ഞപ്പോ അത് ചേഞ്ച് ആയിട്ടില്ല. ക്രിംസൺ ബാക്ക്ഡ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെയോ? ഒറ്റ മിനിറ്റ്. വന്നില്ലേ പർപ്പിൾ റംബഡ് സൺബേർഡ്? ഓക്കെ, ഇതാണ് സാധാരണ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികളിലൊക്കെ വന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ മുറ്റത്തുള്ള ചെമ്പരത്തിയിലും മറ്റു ചെടികളിലൊക്കെ തേൻ കുടിക്കാൻ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ലോട്ടൻസ് വരും, പക്ഷെ 1 2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് ധാരാളം വരും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അടുത്തത് പറയട്ടെ. മാം, അതിന്റെ സൈസ് ഒന്ന് പറയൂ. ഇതിന്റെ സൈസ് ഒന്നുകൂടെ ഞാൻ എടുക്കാം. ഇത് സാധാരണ നിങ്ങൾ കാണുന്നത്. ഇതിനേക്കാൾ കുറച്ച് വലിയതായിരിക്കും ഇത്. പക്ഷെ അതിന്റെ ഈ കൊക്ക്, ഇതാണ് അതിന്റെ പ്രത്യേകത.
ഇതിന്റെ കൊക്കും മറ്റേതിന്റെ കൊക്കും, ഈ പർപ്പിൾ സൺബേർഡും ഈ ലോട്ടൺ സൺബേർഡും ഏകദേശം ഒരേ വലിപ്പമായിരിക്കും. ബോഡി ഒരേ വലിപ്പമായിരിക്കും, ശരീരത്തിന് ഒരേ വലിപ്പമായിരിക്കും. പക്ഷെ ലോട്ടൺസിന്റെ കൊക്ക് മാത്രം നല്ല വലുപ്പമുണ്ട്. കാണുന്നില്ലേ? ഈ കൊക്ക് നോക്കിയിട്ടാണ് അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക്. ഇതിന്റെ കൊക്ക് കുറച്ച് ചെറുതാണ്, കണ്ടില്ലേ? ആ കൊക്ക് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതും മറ്റേതിപ്പോ കണ്ടാൽ മനസ്സിലാവില്ലേ? പെട്ടെന്ന് നമുക്ക് കൊക്ക് നോക്കിയാൽ മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ സൺബേർഡ്സിൽ എനി ഡിഫറൻസ് സംശയമില്ലല്ലോ? ഇല്ല, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അടുത്തത് നമ്മൾ സാധാരണ കാണുന്ന ഗ്രേറ്റർ റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ. ഇവിടെ കേരളത്തിൽ കാണുന്നത് ഗ്രേറ്റർ റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ ആണ്, ലെസർ അല്ല. ലെസർ ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇങ്ങനത്തെ 4 എണ്ണമാണ് ഇവിടെ കാണാറ്. ഇത് ഗ്രേറ്റർ റാക്കറ്റ് ടൈൽഡ്. ഇതിന്റെ മാത്രമേ ഈ വാലിന് ഈ റാക്കറ്റ് ടൈല് കാണുള്ളൂ. അത് കുട്ടികൾക്ക് റാക്കറ്റ് കാണണമെന്നില്ല. ഇതിൽ കാണുന്നില്ല, ഈ താഴത്തെ 3 എണ്ണത്തിന്റെ വാല് മുളച്ചു വരുന്നേ ഉള്ളൂ. ഇത് കുട്ടികളാണ്, ഇത് 3 കുട്ടികളാണ്. അതിന്റെ ആ വാല്, ആ കമ്പി തൂവലുകൾ വലുതായി വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ? അതുപോലെ ഈ വലിയ ഈ പക്ഷിയുടെ ആ തൂവല് പൊഴിഞ്ഞു പോയിട്ട് പുതിയത് വരുന്നതാണിത്. കണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഉണ്ട്. ഇവിടെയുള്ള 2 എണ്ണത്തിന്റെയും കണ്ടില്ലേ? കണ്ടു. ഇത് സൈസ് വലുതാണ്. ഈ ഡ്രോങ്കോസിൽ ഏറ്റവും വലുത്, കേരളത്തിൽ കാണുന്ന ഏറ്റവും വലുതാണ് ഇത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ കാണുന്നതില് ഏറ്റവും ചെറിയ ഡ്രോങ്കോ ആണിത്, ബ്രോൺസ്ഡ് ഡ്രോങ്കോ. മറ്റേതിന്റെ കുട്ടിയൊന്നുമല്ല, ഇത് വലിയത് തന്നെയാണ്. ഇതാണ് ബ്രോൺസ്ഡ് ഡ്രോങ്കോ. ഇതാണ് നമ്മുടെ ഇവിടെ കാണുന്നതിൽ ഏറ്റവും ചെറിയ ഡ്രോങ്കോ. ഇതിന്റെ കളറ് നല്ല സ്പാർക്ലിംഗ് ആയിട്ട് കാണും. കരിനീല കളറ് വെയിലിൽ തിളങ്ങുന്നത് പോലെയാണ് കാണുക. കണ്ടില്ലേ? നേരത്തെ ഉള്ളതിന് ഇതിനും തമ്മില് ആ ഡിഫറൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ഇതിന് വാലിന് ആ റാക്കറ്റ് ടൈൽ ഉണ്ടാവില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? നേരത്തെ ഉള്ള ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ അടുത്ത ഒരു ഡ്രോങ്കോ ഇതാണ്. ഇത് ആഷി ഡ്രോങ്കോ ആണ്. ഇത് മൈഗ്രേറ്ററി ബേർഡ് ആണ്. ഏതാണ്ട് ഒരു സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ മാത്രമേ നമ്മൾ ഇതിനെ ഇവിടെ കാണുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കണ്ണ് എടുത്ത് കാണിക്കുന്നുണ്ട്, നല്ല ചുവപ്പ് കളറാണ്. പിന്നെ ഈ അടിഭാഗം ഇത് ആഷി കളറാണ്, ചാരനിറം. പിന്നെയുള്ളൊരു പ്രത്യേകത ഇതിന്റെ ഈ വാലിലുള്ള ഈ വെട്ട് അത് കുറച്ചധികം ഡീപ്പായിരിക്കും. കണ്ടില്ലേ? ഇത് അതേപോലെ തന്നെയുള്ള ബ്ലാക്ക് ഡ്രോങ്കോ. ഇതിന്റെ ആ കളറിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല? മറ്റേത് ആഷിയാണ്, ഇത് നല്ല ബ്ലാക്ക് ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ ഈ കൊക്കിന്റെ അടുത്ത് ഇവിടെ ഒരു കറുപ്പ് കുത്തുണ്ട് എന്നുള്ളതാണ്. ഈ കറുപ്പ്, ഇത് ഈ കൊക്കിന്റെ ഈ വിടവ് ഇവിടെ തീരുന്നിടത്ത് ഒരു വെളുപ്പ് ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കറുപ്പല്ല കേട്ടോ, വൈറ്റ് സ്പോട്ട്. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ഡ്രോങ്കോ. പിന്നെ നമ്മ കണ്ണും ബ്ലാക്ക് ആയിരിക്കില്ലേ? കണ്ണ് ബ്ലാക്ക് ആണ്. മറ്റേത് ഞാൻ എടുത്തു പറഞ്ഞില്ലേ, കണ്ണ് റെഡ് ആണ് എന്നുള്ളത്.
കണ്ടില്ലേ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇത് നല്ല റെഡാണ്, ഇവിടെ ഈ വൈറ്റ് സ്പോട്ടും ഇല്ല. പിന്നെ കളറ് ആഷി കളറാണ്, അടിഭാഗം നല്ലത് നിറച്ച്, പുറത്ത് കുറച്ച് ബ്ലാക്കിഷ് ആണ്, നല്ല മറ്റേതിന്റെ അത്ര ബ്ലാക്ക് ഉണ്ടാവില്ല. ഇത് ആഷി ഡ്രോങ്കോ, മറ്റേത് ബ്ലാക്ക് ഡ്രോങ്കോ. കണ്ടില്ലേ രണ്ടും? ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. 2 ബേർഡ്സിന്റെ ഡിഫറൻസ് പറഞ്ഞു തന്നു. ഇനി അടുത്തത് ഇത് നമ്മുടെ ഇവിടെ കാണുന്ന കോർമറൻസ് 3 എണ്ണമാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് വലിയത്, പക്ഷെ ഈ വലിയ കോർമറന്റിനെ വലിയ ജലാശയങ്ങളിൽ മാത്രമേ കാണുള്ളൂ. പ്രത്യേകിച്ച് ഡാമുകളിലൊക്കെയാണ് ഇതിനെ കാണാറ്. ഇത് നല്ല വലിയ സൈസുമാണ്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നത് ഈ 2 എണ്ണമാണ്, ലിറ്റിൽ കോർമറന്റും ഇന്ത്യൻ കോർമറന്റുമാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നത്. ഈ ലിറ്റിൽ കോർമറന്റിന്റെ ബീക്ക്, അതായത് കൊക്ക് നീളം കുറവായിരിക്കും. പിന്നെ ഇതിന്റെ തലേന്റെ ഷേപ്പ് ഇവിടെ റെക്ടാങ്കുലർ ആയിരിക്കും. പിന്നെ കഴുത്ത് കുറച്ച് തടിയും കൂടുതലായിരിക്കും. അതേസമയം ഇന്ത്യന്റെ കൊക്ക് കുറെ കൂടെ നീളം കൂടുതലാണ്, ഇവിടെ ഒരു ഓവൽ ഷേപ്പുമാണ്. പിന്നെ ഇതിന്റെ കണ്ണ് ബ്ലൂ ആയിരിക്കും, കഴുത്തും കുറച്ച് തടി കുറവായിരിക്കും. അതിന്റെ വേറെ ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. കണ്ടില്ലേ? ഇതാണ് ഇന്ത്യൻ ലിറ്റിൽ കോർമറന്റ്. ഇതിന്റെ കഴുത്തിന് കുറച്ച് തടി കൂടുതലാണ്, ബീക്ക് കുറച്ച് ചെറുതാണ്, ഇവിടെ കുറച്ച് പരന്നിട്ടാണ്, മറ്റേതിന്റെ പോലെ റൗണ്ട് ആയിട്ടല്ല വരുന്നത്. വേറെ വ്യത്യാസമൊന്നും രണ്ടും തമ്മിലില്ല. കണ്ണിലും കുറച്ച്, മറ്റേതിന് നീലയാണ്, ഇതിന് കറുപ്പാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഓരോന്നിനെയും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളിപ്പോ ഒരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ കണ്ണിന്റെ കളർ എന്താണ്, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് മാത്രമേ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. അതിന്റെ കണ്ണിന്റെ കളർ എന്താണ്, ബീക്കിന്റെ സൈസ് എന്താണ്, പിന്നെ അതിന്റെ ഓവറോൾ കളറുകൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ കേരളത്തിൽ ഇല്ലാത്ത ചില പക്ഷികൾ നിങ്ങൾ പേരിലുള്ള ഡൗട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ടാവും. അത് ഞങ്ങൾ നോക്കിയിട്ട്, നിങ്ങളുടെ റിപ്പോർട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് നോക്കിയിട്ട് ഞങ്ങൾ കൊടുത്തോളാം. ഓക്കെ, അപ്പൊ ഇനി എന്താ നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചോളൂ. ഞാൻ 3 എണ്ണത്തിന്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇനി എന്താണ് റിപ്പോർട്ടിങ്ങിൽ ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചോ. അപ്പൊ നമ്മൾക്ക് ആ കൺഫ്യൂഷൻ തീർക്കാം. മിണ്ടാതിരിക്കല്ല, ഉഷാറായിട്ട് ചോദിച്ചോ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ക്ലാസ്സിൽ എങ്ങനെയാ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത് അതുപോലെ ചോദിച്ചോളൂ. മാം അതുപോലെ ഞാനൊരു കോർമറന്റിനെ കണ്ടു. ഓക്കെ, അത് വലിയൊരു അമ്പലക്കുളമാണ്. ഏകദേശം നല്ല വലിപ്പമുണ്ട്. അതില് 3-4 കൂട്ടായിട്ടുള്ളത്. അപ്പൊ അത് കൂട്ടത്തോടെ പറന്ന് വന്നിട്ട് കുളത്തിലേക്ക് ചാടി. പിന്നെ അതിനെ കാണുന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ കഴുത്ത് പൊന്തിച്ച് നമ്മൾ താറാവൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് പിന്നും കുറച്ച് സമയം കഴിഞ്ഞ് കഴുത്തും താഴോട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നും പൊന്തിയ. അത് ഏതാണെന്ന് പറയാൻ പറ്റും? അത് ലിറ്റിലാണോന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. മിക്കവാറും ലിറ്റിലായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റു പക്ഷികളെ പോലെയല്ല, അത് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിപ്പോയിട്ടാണ് മത്സ്യത്തിന് പിടിക്കുന്നത്. അങ്ങനെ തന്നെ മുങ്ങി നീന്തി അങ്ങോട്ട് പോയിട്ട് മത്സ്യത്തിന് പിടിച്ചിട്ട് അത് പുറത്തേക്ക് തല മാത്രം പുറത്തിട്ടിട്ട് ആ മീനിനെ മേലോട്ട് ചാടിയിട്ട്
കൊക്കിലാക്കി വിഴുങ്ങിയിട്ട് പിന്നെയും വെള്ളത്തിന്റെ അടിയിലേക്ക് കൂടെ തന്നെ അങ്ങ് പോകും. അപ്പൊ അത് മുങ്ങുന്ന സ്ഥലത്തല്ല നമ്മൾ പിന്നെ കാണുന്ന വളരെ ദൂരെയായിരിക്കും. അത് താറാവിനെ പോലെ വെള്ളത്തിന്റെ മേലെയല്ല നീന്തിയിട്ട് പോകുന്നത്, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് കൂടിയാണ് അത് പോകുന്നത്. ഞാൻ എന്റെ അടുത്ത് വന്ന ഒന്നിനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ഇന്ത്യൻ കോർമറന്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ കയ്യില് ഫോണും ഇല്ലായിരുന്നു. അപ്പൊ നന്നായിട്ട് നോക്കിയാൽ മതി, അതിന്റെ കണ്ണും അതിന്റെ ഒക്കെ രൂപമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ലിറ്റിൽ കോർമറന്റ് കഴുത്തിന് ഇത്ര വീതിയില്ല, അതൊന്നും ഇല്ല. അതേപോലെ എനിക്ക് തോന്നി ഇന്ത്യൻ കോർമറന്റ് ആണെന്നാണ്. അത്ര വീതിയൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ആയിരിക്കാം. അത് നാളെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ കൺഫേം ചെയ്തോളാം എന്തെന്നാണെന്ന് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യേണ്ടത് നിങ്ങളെ പണിയല്ലേ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഇനി ആർക്കാ എന്താ സംശയം? വേഗം പറഞ്ഞോ. ഓ, ഈ ഡ്രോങ്കോസ് കൂടുതലും കരിയില കിളികളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ നടക്കുന്നതാണോ? അതെന്തുകൊണ്ടാണ്? അത് ഗ്രൂപ്പ് ഹണ്ടിങ് ആണ്. ഞാൻ ഇന്നാളെ പറഞ്ഞെന്നില്ല, ഇന്നാളെ ഞാൻ എടുത്ത ക്ലാസ്സിലുണ്ടായിരുന്നോ നിങ്ങള്? ഈ പക്ഷികള് ഗ്രൂപ്പായിട്ട് ഇരതയിടുന്ന സ്വഭാവമുണ്ട്. അപ്പൊ മരത്തേല് കുറെ ഡ്രോങ്കോസ് ഉണ്ടാവും, താഴെ കരിയില കിളികൾ ഉണ്ടാവും, പിന്നെ അതോടൊപ്പം തന്നെ ആ മരത്തിന്റെ ഇലകൾക്കിടയിൽ ഇലക്കിളികളും പിന്നെ മഞ്ഞക്കിളി ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഒരു വലിയ കൂട്ടം ഗ്രൂപ്പായിട്ട് ഇരതയിടുന്നതിനെയാണ് ഗ്രൂപ്പ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ മേലെ ഉണ്ടാവുന്നത് ഈ ഡ്രോങ്കോസ് ആണ്. ഡ്രോങ്കോസ് അങ്ങിങ്ങൊക്കെ പറന്ന് പാറ്റേനെയൊക്കെ പിടിക്കും. പാറ്റേനെ പിടുത്തമാണ് ഡ്രോങ്കോസിന്റെ പണി. അപ്പൊ അത് അങ്ങിങ്ങൊക്കെ പറന്ന് പാറ്റയെ പിടിക്കും. അത് പാറ്റയെ പിടിക്കുന്നത് ഈ കരിയില കിളികളെ നിലത്തിങ്ങനെ ചിക്കി ചെയ്യുമ്പോൾ പൊന്തി വരുന്ന പാറ്റകൾ, പറക്കുന്ന പാറ്റകളെയാണ് ഇവ പിടിക്കുന്നത്. അപ്പോ ഈ ഗ്രൂപ്പ് ഹണ്ടിങ്ങില് എല്ലാ പക്ഷികൾക്കും ഇരതയിടാൻ പറ്റും. പിന്നെ ആ ചെറിയ ചെറിയ പേടിയുള്ള പക്ഷികൾ ഉണ്ടാവും, അതിന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ ഗ്രൂപ്പ് ഹണ്ടിങ് സഹായിക്കും. അതായത് ഈ ഡ്രോങ്കോസ് ഭയങ്കര അക്രമകാരികളാണ്. അത് ശത്രുക്കളെ വളരെ നന്നായിട്ട് കൊത്തി അകറ്റാനുള്ള ധൈര്യം ഉണ്ട് അവർക്ക്. പരുന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറന്ന് ഓടിക്കുന്നത് കാണാം. അപ്പൊ ഈ ചെറിയ അധികം ധൈര്യമില്ലാത്ത ചെറിയ പക്ഷികൾ ഉണ്ടാവില്ലേ, ഈ കരിയില കിളികളെ പോലെ പാവം പക്ഷികൾ ഉണ്ടാവില്ലേ, അവ ഇതിന്റെ പ്രൊട്ടക്ഷനും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഒന്നിച്ച് ഇരതയിടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താ പറഞ്ഞോ, ചോദിച്ചോ അടുത്ത ആള്. ലിറ്റിൽ സ്പൈഡർ ഹണ്ടറിന്റെ എങ്ങനെയാ തിരിച്ചറിയാ? ലിറ്റിൽ സ്പൈഡർ ഹണ്ടറിൻ്റെത് ലോട്ടൺ സൺബേർഡുമായിട്ടാണ് സംശയം തോന്നുക. ലോട്ടൺ സൺബേർഡിന്റെ അറ്റം കുറച്ചിങ്ങനെ വളഞ്ഞിട്ടാണ്, മറ്റേത് നല്ല നീളത്തിൽ വളഞ്ഞിട്ടാണ്. നീളത്തിൽ ഇങ്ങനെ തന്നെ നിൽക്കും, മറ്റേത് അറ്റം മാത്രം കുറച്ച് വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ കോള് കേട്ടാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചീ ചീ എന്ന് കരഞ്ഞുകൊണ്ടാണ് സ്പൈഡർ ഹണ്ടർ എപ്പോഴും ഇരതയിടുന്നത്. മറ്റേത് അതിന്റെ പ്രത്യേകതയുള്ള കരച്ചിൽ ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. സ്പൈഡർ ഹണ്ടർ ഈ കോള് കേട്ടില്ലേ? ഈ കോളും കൊണ്ടാണ് അത് എപ്പോഴും ഇരതയിടുന്നത്. ഈ ലോട്ടൻസിന്റെ ഇതാണ് ലോട്ടൻസിന്റെ സാധാരണ കോള്. ആ കോൾ ഒന്നുകൂടി ഒന്ന് കേൾപ്പിക്കുവോ? ഏത് സ്പൈഡർ ഹണ്ടറിന്റെയോ? അതെ. ഓക്കെ, കേട്ടില്ലേ? ആ കേട്ടു. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി ആർക്കാ എന്താ സംശയം?
സ്പൈഡർ ഹണ്ടറെ കുറച്ചധികം കാടുള്ള സ്ഥലങ്ങളിലേ കാണുള്ളൂ കേട്ടോ. കാട് എന്നല്ല, കുറച്ചധികം കാടിനോട് ചേർന്ന സ്ഥലങ്ങൾ, കുറച്ചധികം മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ ധാരാളം ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അതിനെ കാണാറ്. ഇനി എന്താ, വേഗം ചോദിച്ചോടാ മക്കളെ. ആരുമില്ലേ? ഈ വൈറ്റ് ബെല്ലി ഡ്രോങ്കോ നാട്ടിലൊന്നും കാണുന്ന ഡ്രോങ്കോ വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ ഞാൻ പറയാൻ കേട്ടോ, അത് കുറച്ച് ഡ്രൈ ഏരിയയിലാണ് ഉണ്ടാവുക. പാലക്കാട് ഭാഗത്താണ് ഇവിടെ കാണുന്നത്. പാലക്കാട്, മലമ്പുഴ സൈഡില്, അട്ടപ്പാടി സൈഡിലൊക്കെ വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ ഉണ്ട്. അത് സാധാരണ നമ്മളെ ബ്രോൺസ്ഡ് ഡ്രോങ്കോ ഇല്ലേ, അതിനേക്കാൾ കുറച്ചുകൂടെ വലുതായിരിക്കും. അതിന്റെ അടിഭാഗം വെള്ളയായിരിക്കും. വേറെ ഡിഫറൻസ് ഒന്നും അതിന് കാണില്ല. കരയുന്നതൊക്കെ ഈ എല്ലാം ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നത് ഒരേപോലെ തന്നെയാണ്. മറ്റു പല കോളും മിമിക് ചെയ്തിട്ടാണ് ഇവ ഉണ്ടാക്കുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾ എവിടെ കാണാറുണ്ടോ വൈറ്റ് ബെല്ലിയുടെ ഡ്രോങ്കോ? നീ എവിടാ, വീട് എവിടാ? കൊല്ലം. കൊല്ലം. കൊല്ലത്ത് കാണാൻ ചാൻസ് ഇല്ലല്ലോ, കണ്ടിട്ടുണ്ടോ? കാണാറില്ല. ഓക്കെ, ഇനി ആർക്കാ സംശയം? മാം അതുപോലെ ഞാൻ ഇതിനല്ലാതെ ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഒരു ബേർഡിന്റെ ഒരു പ്രത്യേക കോള് കേട്ടപ്പോ ഞാനൊന്ന് മെർലിന് വെച്ചൊന്ന് റെക്കോർഡ് ചെയ്തു. ഇതുവരെ കേൾക്കാത്ത ഇതിൽ ഞാൻ കണ്ടത് വെസ്റ്റേൺ മാർഷ് ഹെരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേർഡാണ്. അതെന്താണെന്ന് പറയുമോ? ഇതുവരെ കേൾക്കാത്ത. ഞാൻ കണ്ടില്ല, കോള് മാത്രമേ കേട്ടുള്ളൂ. വെസ്റ്റേൺ മാർഷ് ഹാരിയർ ഇവിടെ മൈഗ്രേഷൻ ആയിട്ട് വരുന്നൊരു പരുന്താണ്. ഞാൻ കണ്ടില്ല, കോള് മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ മെർലിനുള്ള എല്ലാ കോൾ ഐഡിയും ഇട്ടാലും നിങ്ങൾക്ക് ശരിക്കും കിട്ടണമെന്നില്ല. അതിൽ കുറെ തെറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അത് കേൾക്കാത്തൊരു കോള് കേട്ടപ്പോഴാണ് ഞാൻ പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിലെ കോള് കേട്ട് നോക്കാന്നല്ലാതെ അതിന്റെ കോൾ ഐഡി ഇട്ടാൽ ചിലപ്പോൾ എല്ലാം ഒന്നും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അതിൽ കുറെ തെറ്റുകൾ വരുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്ത പക്ഷികളുടെ കോളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് വരുന്നത് കാണാം. നിങ്ങൾ അങ്ങനെ കേൾക്കുന്ന സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചാൽ മതി. പിന്നെ ഡ്രോങ്കോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഡ്രോങ്കോ ഉണ്ടെങ്കിൽ ഡ്രോങ്കോ മിമിക് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഡ്രോങ്കോസ് ഉണ്ടാവുമോ? മഴയൊക്കെ കഴിഞ്ഞ സമയത്ത് ഡ്രോങ്കോസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈയൽ ഉണ്ടാവില്ലേ, മഴപ്പാറ്റ ഈയൽ എന്നൊക്കെ പറയുന്നതില്ലേ, അത് പൊടിഞ്ഞു വരുവാണെങ്കിൽ അവിടെ ബേർഡ്സ് നന്നായിട്ടുണ്ടാവും. ഡ്രോങ്കോസ് ഉണ്ടാവും. പിന്നെ സ്വിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. കാക്ക വരെ ഉണ്ടാവും ഈയലുകളെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇന്നുണ്ടായിരുന്നു, ഞാൻ ലിറ്റിൽ സ്വിഫ്റ്റിനെ കണ്ടു. ഓക്കെ. അപ്പൊ മഴ പെയ്തപ്പോൾ പിന്നെ ഈയലുകൾ പൊന്തി വരില്ലേ, മഴപ്പാറ്റ എന്ന് പറഞ്ഞ അറിയില്ലേ? മഴപ്പാറ്റ വന്നിരുന്നു. ഓക്കെ. അത് വന്നു കഴിഞ്ഞാൽ ധാരാളം ബേർഡ്സ് അവിടെ വരും അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ബാബ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാബ്ലസ് ഒക്കെ ഉണ്ടാവും. ഡ്രോങ്കോസ്, ബാബ്ലസ് എല്ലാം ഉണ്ടാവും. എന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ. എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ സംസാരിച്ച കുട്ടി എനിക്ക് തോന്നുന്നു 10th-ലാണ്. അവൻ കുറച്ചും കൂടി ഇതൊക്കെ പിന്നെ ശീലമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ബേർഡിങ് എല്ലാം കുറച്ചും കൂടി പരിചയമുള്ള ഒരു കുട്ടിയാണ്. എന്നാ പിന്നെ പൊതുവെ ബേർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നെ അവർക്ക് പലപ്പോഴും ഇത് ഐഡി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വെപ്രാളം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ഇവരിത് ഗൂഗിൾ ലെൻസ് വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ മെർലിൻ പോലത്തെ ആപ്പുകൾ വഴിയൊക്കെ ഇതിന് ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ ഏറ്റവും നല്ല റിസോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള എക്സ്പേർട്സിനോട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ ടീച്ചറോ അല്ലെങ്കിൽ മനോജോ അല്ലെങ്കിൽ ദീപ്തിയോ പോലെ നിങ്ങൾക്ക് പിന്നെ നേരിട്ട് ഒരു സംശയം തീർക്കാൻ പറ്റുന്നതാണ് എപ്പോഴും ഒരു ആപ്പിനെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിനെയോ ആശ്രയിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത്. ഇപ്പൊ അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുള്ള പക്ഷികളെ നിങ്ങൾ
ഇന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആ പക്ഷികള് മിക്കവാറും പക്ഷികള് അവിടെ തന്നെ ഉണ്ടാവും എല്ലാ കാലത്തും. അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് തിരിച്ചു വരും. അപ്പൊ നമുക്കിനി നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ മെല്ലെ മെല്ലെ പോയാൽ മതി. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടുന്ന് നമുക്ക് തീർക്കാം. നമുക്ക് ഈ ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പൊ മെർലിനിലോ പിന്നെ അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അത് നിങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ മിസ്ലീഡ് ചെയ്യാണ് ചെയ്യുക, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് പിന്നെ ഇന്റർനെറ്റിനെയും മറ്റ് ആപ്പുകളെയൊക്കെ ആശ്രയിക്കുന്നത് ഇപ്പോഴെന്തായാലും വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ബേർഡ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ വെച്ച് ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, അല്ലെ എനിക്ക് പേഴ്സണലായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, അതിന്റെ സൈസ് നമുക്ക് നിങ്ങൾക്ക് സൈസ് ഇപ്പൊ പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ബേർഡ്സ് ഉണ്ടാവില്ലേ? ഈ സൺബേർഡിനെ നിങ്ങൾക്ക് അറിയാം, ബാബ്ലേഴ്സിനെ നിങ്ങൾക്ക് അറിയാം, മൈനിയെ അറിയാം, മണ്ണാത്തിപ്പുള്ളിനെ അറിയാം, മെക്പെറോവിനെ അറിയില്ലേ? അപ്പൊ അതിന്റെ ആ സൈസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇപ്പൊ മണ്ണാത്തിപ്പുള്ളിന്റെ സൈസ് അല്ലെ മൈനയുടെ സൈസുള്ള പക്ഷി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പ്രത്യേകതകൾ ഇപ്പൊ നിങ്ങൾക്കിപ്പം ഒരു മോഡലായിട്ട് ഞാൻ പറയാം, ബ്ലാക്ക് ഹുഡഡ് ഓറിയോളം, അതായത് ആ കറുത്ത തലയുള്ള സാധാരണ നമ്മൾ ഇവിടെ കാണുന്ന മഞ്ഞക്കിളി ഉണ്ടല്ലോ, മഞ്ഞക്കറുപ്പൻ എന്ന് പറയുന്ന മഞ്ഞക്കിളി, അതിനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ അതിനെ നോട്ട് ചെയ്യുന്നു. മൈനയുടെ വലിപ്പമാണ്, അതിന്റെ തല ഫുള്ളായിട്ട് കറുപ്പാണ്, ബാക്കി മഞ്ഞ കളറാണ്, ചിറകിന്റെ അറ്റത്തൊക്കെ മഞ്ഞയുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്നേതാണ് സാധനം എന്ന്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചെറിയ കുറിപ്പ് നിങ്ങൾ എഴുതിയിട്ടിട്ടാ മതി. ഇനി അതിന്റെ കോള് നിങ്ങൾ കേൾക്കുന്നത് ഇപ്പൊ ചീച്ചി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പം ഇത് മോട്ടിൽഡ് വുഡ് അവളാണെങ്കിൽ കൂ, ആ കൂവുന്ന സൗണ്ട്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റില്ലേ? കേട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്നില്ലേ? ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നില്ലേ? കൂ എന്ന് നമുക്ക് എഴുതിയ ഒരു 2-3 കുത്തിട്ട് കഴിഞ്ഞാൽ അത് നീണ്ടിട്ട് പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ പോയിന്റ്സ് എഴുതിയിട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നേതാണെന്ന് പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടിട്ടോ, അപ്പൊ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ മാം എന്റെ നാട്ടിലൊക്കെ അത് പൊതുവെ ഔൾസിനൊന്നും കാണാറില്ല. ഔൾസിനെ പകല് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് കാണാത്തത്. രാത്രി അതിന്റെ കോൾ ഉണ്ടോന്ന് നോക്കിയാൽ മതി. അതുപോലെ ഞാൻ ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോ ഒരു ഫോണൊന്നും എടുക്കാതെയായിരുന്നു ഞാൻ പോയത്. പിന്നെ രാത്രി ഞാൻ പോയി, പിന്നെ രാത്രി ഒരു 10-10:30 നോമ്പ് സമയത്ത് പള്ളിയിൽ പോയി വരികയായിരുന്നു. പിന്നെ അവിടെ ഞാനൊരു 3 ഔൾസിനെ കണ്ടു തൊട്ട് മുമ്പിൽ തന്നെ ഒരു മരത്തിന്റെ ചില്ലയില്. അപ്പൊ ഞാൻ പിറ്റേന്നും അതേ സമയത്ത് പോയി, അവിടെ അത് 2 ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഫോൺ എടുത്തായിരുന്നു പോയത്. അങ്ങനെ ഫോട്ടോ ഉണ്ടായിരുന്നു, പക്ഷെ ടോർച്ച് ലൈറ്റ് അടിച്ചോണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോ ബാണൗൾ എന്നാണ് കണ്ടത്. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോ ാണോ അത് ബാണൗളിനെ പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ മുഖം ഒരു നമ്മളെ ഷീട്ടിലുള്ള ഒരു ഡിസൈൻ ഇല്ലേ, അതുപോലെയുണ്ട്. ഹാർട്ട് ഷേപ്പ് ആയിട്ടാണ് അതിന്റെ മുഖം ഉണ്ടാവുക. പിന്നെ കൂടുതൽ വെള്ളയുള്ള വൈറ്റ് കളറാണ് അടിഭാഗം മുഴുവൻ. പിന്നെ മുകൾ ഭാഗം ഒരു ബ്രൗൺ കളറായിരുന്നു. ഓക്കെ, അതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഔൾസിന്റെ ഫോട്ടോ ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏതാണെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് സംശയമുള്ള നിങ്ങൾക്ക് ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിൽ തരാം. ഓക്കെ, അതിന്റെ കോഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോ. ഒരു ലാർജ് പാരറ്റിന്റെ ലൈഫ് സ്പാൻ എത്ര ഇയേഴ്സ് വരും? ലാർജ് പാരറ്റ് ഒരു 10-30 വർഷമൊക്കെ ജീവിക്കും. നമ്മള് കൂട്ടിലടച്ച് വളർത്തുന്നുണ്ടോ? കൂട്ടിൽ വളർത്തുന്നതാണോ ചോദിക്കുന്നേ? പോയോ? അതുപോലെ മാം ബ്ലൂ ടൈൽഡ് ബീ ഈറ്റർ ഒക്കെ ഇല്ലേ, നമ്മുടെ വയൽ പ്രദേശത്ത് കൂടുതൽ കാണുമോ?
ബ്ലൂ ടൈൽഡ് ബീറ്റിനെ വയൽ പ്രദേശത്താണ് ഇപ്പൊ കൂടുതൽ കാണുന്നത്. പക്ഷെ കൂടുതൽ വയൽ പ്രദേശത്ത് മാത്രമല്ല, തൃശ്ശൂർ ടൗണിൽ വരെ ഞാൻ അതിനെ കാണാറുണ്ട്. കാരണം ഞാന് അത് വയറിലൊക്കെ വന്ന് വയലിലാണ് ഇപ്പൊ നിൽക്കും. കാണുന്നത്. കൂടുതൽ വയലിലുണ്ട്, ഓക്കെയാണ്. പക്ഷെ അതിനെ പട്ടണങ്ങളിൽ വരെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ല. അതുപോലെ ഞാൻ ഒരു വയൽ പ്രദേശത്ത് പോയപ്പോ അവിടെ ലൈനിൽ നിന്നു. ഞാൻ പെട്ടെന്ന് കണ്ടു, നല്ല വെയിലായിരുന്നു. ഞാൻ അടുത്തോട്ട് പോകുമ്പോ എന്റെ ചിറകെന്ന് പറയുന്നത് സ്വിഫ്റ്റ്ലെറ്റിന്റെ ഒക്കെ ചിറക് പോലെ അതിങ്ങനെ വി ഷേപ്പിലാണ് അതിന്റെ ചിറകുണ്ടാവുക രണ്ട് വശത്തു കൂടി. അതിങ്ങനെ പറക്കുമ്പോൾ ചിറക് സ്പീഡിൽ അടിച്ചടിച്ചാണ് പറക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല, ഒരു ഷേപ്പ് കണ്ടിട്ട് ബീറ്ററെ പോലെ ഉണ്ടായിരുന്നു. ബീറ്ററിന്റെ വാലിന്റെ അറ്റത്ത് ഒരു കമ്പിത്തൂലുണ്ടാവും, ഒരു കമ്പി പോലെ ഇങ്ങനെ നീളത്തിലൊരു തൂലുണ്ടാവും. എല്ലാറ്റിനും ഉണ്ടാവില്ല. മറ്റേ ആ ചെസ്റ്റ്നട്ട്, ഞാൻ 4 ബീറ്ററിന്, നമ്മളിവിടെ കാണുന്ന 4 ബീറ്ററിന് ഞാൻ ഗ്രൂപ്പിൽ തരാം നിങ്ങൾക്ക്. 4 എന്ന് പറഞ്ഞാൽ ചെസ്റ്റ്നട്ട് കാണാറുണ്ട് വയൽ പ്രദേശത്തൊക്കെ, ചില സ്ഥലത്ത് കാണാറുണ്ട്. കാണുന്ന ഗ്രീൻ ആണ്. ഓക്കെ, എന്താ പറഞ്ഞോ? ഡേ ടൈമിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു ബേർഡിന്റെ ആവറേജ് ഹേർട്ട് ബീറ്റ് റേറ്റ് എത്ര വരും? ആവറേജ് ഹേർട്ട് ബീറ്റ് റേറ്റ് ഡേ ടൈമിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബേർഡിന്റെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് പലതിന് പല തരത്തിലായിരിക്കും മക്കളെ. ഓക്കെ. യെല്ലോ ബിൽഡ് വാർബ്ലറിനെ നാട്ടിൽ കാണാറില്ലേ? ഉണ്ടല്ലോ, അത് ചില സ്ഥലത്ത് കാണുന്നതില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ ബിൽഡ് ഞങ്ങളെ ഇവിടെ യെല്ലോ ബിൽഡും ഉണ്ട്, ജംഗിളും ഉണ്ട്. പക്ഷെ ആലപ്പുഴ ഭാഗത്ത് ഞാൻ ഏതോ ഒരെണ്ണമേ ഉള്ളൂ എന്നോ അങ്ങനെ എന്താ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ അങ്ങനെ വരാറില്ല. യെല്ലോ ബിൽഡ് ഇല്ല. ഓക്കെ. ഇനി എന്താ? മാം, ഈ ഈഗിളിനെ നമുക്കൊരു കാർണിവോറസ് ബേർഡ്സിൽ പെടുത്താൻ പറ്റുമോ? ഈഗിള് കാർണിവോറസ് ആണല്ലോ. ഈഗിള് നമ്മള് കഴുകൻ എന്ന് പറയുന്നത് വൾച്ചേഴ്സ് ഒക്കെ എല്ലാം അത് കാർണിവോറസ് തന്നെയാണ്. പക്ഷെ അത് സ്വന്തമായിട്ട് ഇരതേടുന്നതല്ല, അത് ചത്തതിനെ മാത്രമേ തിന്നുള്ളൂ. അതേസമയം പരുന്ത് വർഗത്തിൽപ്പെട്ടതെല്ലാം ഇര പിടിച്ചിട്ടാണ് തിന്നുന്നത്. മറ്റു പക്ഷികളെയും ചെറിയ ജീവികളെയും ഒക്കെ വേട്ടയാടി പിടിച്ചിട്ടാണ് അത് തിന്നുന്നത്. അതേസമയം വൾച്ചേഴ്സിന് സ്വന്തമായിട്ട് അങ്ങനെ ഇരതേടാൻ കഴിവില്ല, അത് ചത്തതിനെ മാത്രമേ തിന്നുള്ളൂ കേട്ടോ. അത് കാലിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയില്ല. മാം, ഈ ബേർഡ്സ് ഫ്ലോർ എന്നൊക്കെ ഫുഡ് കഴിക്കുമ്പം ഈ സ്റ്റോൺസ് എന്തിനാ കൊത്തി ഭക്ഷിക്കുന്നത്? അത് അതിന്റെ ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിട്ട്. ഓക്കെ മാം. കോമൺ ഫ്ലെയിം ബാക്കിനെ എങ്ങനെ തിരിച്ചറിയാം? കോമൺ ഫ്ലെയിം ബാക്ക് നിങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. കോമൺ ഫ്ലെയിം ബാക്ക് കുറച്ച് റെയർ ആയിട്ട് കാണുന്ന ഒരു എണ്ണമാണ്. കോമൺ ഫ്ലെയിം ബാക്കിന്റെ അതിന്റെ ഫോട്ടോ ഇല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് കോമൺ ഫ്ലെയിം ബാക്കിന്റെ ഫോട്ടോ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോടാ? അതിന് ആ 3 അതിന്റെ അതായത് മുഖത്തുള്ള ഇത് കാണുന്നില്ലേ, ആ 3 വരെയുള്ളത് കണ്ടോ? അതും അതിന്റെ ബാക്കിലുള്ള കളറുമാണ് നമ്മളെ സാധാരണ കോമൺ അല്ല, നമ്മളെ നാട്ടിൽ സാധാരണ കാണുന്ന മരങ്ങൊത്തി ഉണ്ടല്ലോ, ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക്. പിന്നെ എന്റെ നാട്ടില് മലബാർ ഫ്ലെയിം ബ്ലാക്കും ഉണ്ടാവാറുണ്ട്. മലബാർ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്നത് അത് മുമ്പ് ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് ആയിരുന്നു. ഇപ്പൊ അതിനെ മലബാർ ഫ്ലെയിം ബാക്ക് എന്ന് പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കോമൺ ഫ്ലെയിം ബാക്ക് കുറച്ച് റെയർ ആയിട്ടാണ് കാണുന്നത്. പേര് കോമൺ ആണെങ്കിലും ആള് കുറച്ച് റെയർ ആണ്. നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന കോമൺ ആയിട്ട് കാണുന്നത് ബ്ലാക്ക് റംഡ് ഫ്ലെയിം ബാക്ക് നാട്ടുമരങ്ങൊത്തിയാണ്. ഒരു ബേർഡിന്റെ ആവറേജ് സ്ലീപ്പിംഗ് ടൈം ഏകദേശം എത്ര വരും? സ്ലീപ്പിംഗ് ടൈം ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ലടാ മക്കളെ.
അത് ഓരോന്നിന്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ നെസ്റ്റിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ കുറേ നേരം അവ ഇര തേടി കൊണ്ടുകൊടുക്കുന്നതാണ്. ഇപ്പൊ ഡ്രോങ്കോസ് ഒക്കെ ആണെങ്കിൽ ഇരുട്ടായി കഴിഞ്ഞ ഒരു 7-7:30 ആകുന്നവരെയൊക്കെ അത് ഇര തേടി കൊണ്ടുകൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ 4 മണിയാകുമ്പോഴേക്ക് അതിന്റെ രാവിലെ പുലർച്ചക്ക് 4 മണിയാകുമ്പോഴേക്ക് ഡ്രോങ്കോസിന്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് റാക്കറ്റ് ടൈലിന്റെ ഡ്രോങ്കോ അത് ഒരു പ്രത്യേക രീതിയിൽ പുലർച്ചക്ക് കരഞ്ഞു തുടങ്ങും. 4 മണിയാകുമ്പോഴേക്ക് അത് കരഞ്ഞു തുടങ്ങും. ഓക്കെ, അത് നമ്മളെ സ്ലീപ്പിംഗ് ടൈം നമ്മളെ ആവശ്യം പോലെയല്ലേ, അതുപോലെ തന്നെയാണ് ഇവരുടെയും കാര്യം. Okay, ma'am. പിന്നെ ഈ ഔൾസ് ഒക്കെ പകലാണ് റെസ്റ്റിംഗ് ടൈം എങ്കിലും പകല് എല്ലാ സമയവും അത് ഉറങ്ങുന്നല്ല ചെയ്യുന്നത്. അതേപോലെ ദീപ മാം, ഞാൻ ഇന്നലെ ചോദിച്ചില്ലായിരുന്നു ഒരു ടൈലർ ബേർഡിനെ പോലെ ഒരു ബേർഡിന്റെ കാര്യം. അന്നേരം ഒരു ബേർഡിന്റെ പേര് പറഞ്ഞു. അപ്പൊ എനിക്ക് അത്ര ഓർമ്മയില്ല ആ ബേർഡിന്റെ പേര്. അതാണോ ഞാൻ നോക്കി, പക്ഷെ അതല്ല. എന്തോ ഒരു നീലി ആയിരുന്നില്ല, അത്ര ഓർമ്മയില്ല പേര്. വെണ്ണീലി. ഞാൻ അതാണോ നോക്കി, അതല്ല. ഞാൻ കറക്റ്റ് ഇന്നലത്തെ കണ്ടു അത്. ക്ലാസ്സില് പക്ഷെ ഇന്നലത്തെ ക്ലാസ്സില് കാണിച്ചതല്ലേ? അത് തന്നെ, അതല്ല. ഞാൻ നോക്കി, ഞാൻ ബൈനോക്കുലേഴ്സ് പിന്നെ ഇട്ട് നോക്കി. അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കൊടുക്ക്, ടീച്ചർ പറഞ്ഞു തരും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് വെണ്ണീലിനെ ഞാൻ നമ്മളെ ഹലോ മാം, എങ്ങനത്തെ പറഞ്ഞോ. ടൈപ്പ് ബോൺസ് ആണ് ബേർഡ്സിന് ഉണ്ടാവല്? ബോൺസ്, അതിന്റെ ബോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ബോൺസിന്റെ ഉള്ളില് പൊള്ളയായിരിക്കും. ഓക്കെ, ബേർഡ്സിന്റെ ഉള്ളിൽ പൊള്ളയായിരിക്കാൻ കാരണം അതിന് പറക്കാൻ വേണ്ടിയിട്ടാണ്, പറക്കാനുള്ള സഹായകമായിട്ടാണ് അതിന്റെ പ്രത്യേകതകൾ. ഓക്കെ മാം. മാം, മോസ്റ്റ് സെൻസിറ്റീവ് ആയ ബേർഡ്സിന്റെ ഓർഗൻ ഏതാ? മോസ്റ്റ് സെൻസിറ്റീവായ ഓർഗൻ എന്ന് പറയുന്നത് അങ്ങനെ ഏതാണെന്ന് എനിക്ക് പറയില്ല കേട്ടോ. അവരുടെ കാഴ്ചശക്തി വളരെ കൂടുതലായിരിക്കുമല്ലോ അല്ലെ? കാഴ്ചശക്തി കൂടുതലാണ്. പരുന്തിന്റെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. പരുന്തിന് മാത്രമല്ല, പക്ഷികൾക്ക് പൊതുവെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. കണ്ടോ വെണ്ണീലിനെ? കണ്ടോ? അത് ഞാൻ കണ്ടു. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണോ? ഇതല്ല ഞാൻ കണ്ടത്. ഇതിനെയാണോ കണ്ടത്? അല്ല, പക്ഷെ ഇതല്ല. ഇതിന് നല്ല കളർ ഉണ്ടാവും കേട്ടോ. മെയിലാണെങ്കിൽ ഇത് നല്ല കളർ ഉണ്ടാവും. ബ്രീഡിംഗ് ടൈമിലാണെങ്കിൽ, നെസ്റ്റിംഗ് ആ സമയത്താണെങ്കിൽ ഇതിന് മെയിലിന് നല്ല കളർ ഉണ്ടാവും. ഫുള്ള് ഇതായിരിക്കും. തലയിലൊരു ബ്ലാക്ക്, ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഇതൊക്കെ കാണും. ഇത് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഈ ബ്ലൂ കളർ ഇല്ല ഹെഡിന്, ഫുള്ള് ഒരു ബ്ലാക്ക് പോലെയാണ്. ഫുള്ള് ബ്ലാക്ക് ആണോ? എവിടാ കണ്ടത്? എവിടെയാ കണ്ടേ? വയലിലാണോ? തൊടിയിലാണോ? പോയോ? ഇനി എന്താ ഡൗട്ട്? കാരണം മരങ്ങളുള്ള സ്ഥലത്തായിരുന്നു ഞാൻ കണ്ടത്. കൂടുതലും മരങ്ങളുള്ള സ്ഥലത്തോ? അതെ, കൂടുതൽ മരങ്ങളും വള്ളിയൊക്കെ ഉള്ള സ്ഥലത്താണ് കണ്ടത്. എന്തായിരുന്നു, പാറ്റപൊടിയനെ പോലെയാണോ തോന്നിയേ? അതെ, പാറ്റപൊടിയനെ പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷെ നമ്മൾ അടുത്ത് പോകുമ്പോ അപ്പൊ പറക്കളയും. ചെറുതാണോ അതോ ഇത് ഇത്ര സൈസേ ഉള്ളോ? ഞാനിപ്പോ കാണിച്ചതിന്റെ സൈസാണോ? ടൈലർ ബേർഡിന്റെ ഒക്കെ അത്ര സൈസേ ഉള്ളൂ. ഇത്ര വരും. ടൈലർ ബേർഡിന്റെ ഒക്കെ അത്ര വരും. അതെ. ഇതാണോ? കണ്ടോ? ഇല്ല, കാണുന്നില്ല മാം. വരും, ഇപ്പൊ വരും.
കാണുന്നുണ്ടോ? ഇതിനെയാണ് ഞാൻ ഇതാണോ? കണ്ടത്. ഇത് തന്നെയാണ്. ഓക്കെ. ഇത് ബ്രൗൺ, ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ കേച്ചർ. ഓക്കെ മാം. ഇതിവിടെ മൈഗ്രേഷൻ ചെയ്ത് വരുന്നതാണ്. പക്ഷെ ഇത് വയനാട്ടിലെ ചില സ്ഥലത്ത് ഇത് നെസ്റ്റിംഗ് ഉണ്ട് ഇപ്പോഴും. അതുപോലെ വാഴാനിയിൽ ഒരു പ്രാവശ്യം ഞാൻ ഇതിന്റെ ഒരു കുഞ്ഞിനെ കണ്ടായിരുന്നു ഒരു മഴക്കാലത്ത്. അപ്പൊ ഇവിടെ ചില സ്ഥലത്ത് ഇതിപ്പോഴും ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ കേച്ചർ, തവിട്ട് പാറ്റപിടിയൻ എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്താ? സർപ്പന്റ് ഈഗിളിനെ ചേഞ്ചബിൾ ഹോക്കിനെ പറക്കുമ്പോ അടിഭാഗം എങ്ങനെയാ തിരിച്ചറിയുക? ചേഞ്ചബിൾ ഹോക്കികൾ നല്ല വലിപ്പം ഉണ്ടാവും. മറ്റേതിന്റെ ശരിക്കും മനസ്സിലാവും പറക്കുമ്പോൾ. അതിന്റെ ചിറകിലുള്ള പുള്ളികളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ കോള് കേട്ടാലും മനസ്സിലാവും. രണ്ടിനെ ആ പറക്കുന്നത് കണ്ടാൽ തന്നെ അതിന്റെ ഇത് മനസ്സിലാവുമല്ലോ. ചേഞ്ചബിൾ ഒരു മിനിറ്റ് നോക്കട്ടെ ഞാൻ. ഇത് ക്രസ്റ്റഡ് സർപ്പന്റികള് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതിന്റെ ഈ ഡിസൈന് കണ്ടില്ലേ? ഇത് പറക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ അറ്റത്ത് ഇങ്ങനെ ഇത് പുള്ളി പോലെ നിൽക്കും, ഈ വെള്ള ഡിസൈന്. പിന്നെ ഇതിന്റെ ഈ കണ്ണിന്റെ അടുത്തുള്ള ഈ മഞ്ഞ കണ്ണ്, അതൊക്കെ പെട്ടെന്ന് രണ്ടും പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ കുഞ്ഞുങ്ങളെ കണ്ടാലാണ് അധികം മനസ്സിലാവാത്തത്. ജുവനൈലായിട്ടുള്ള ഉണ്ടാവില്ലേ, അതാണ് അധികവും റാപ്റ്റേഴ്സിൽ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത്. ഇതിനെയാണ് ഞങ്ങളുടെ അവിടെ കൂടുതൽ കാണാറ്. ചേഞ്ചബിൾ ഹോക്കികളെ അങ്ങനെ കാണാറില്ല. ചേഞ്ചബിൾ ഹോക്കികള് കുറച്ച് കാടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുള്ളൂ. ഇതിന്റെ കോള് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ക്രസ്റ്റഡ് സർപ്പന്റികൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. ചേഞ്ചബിൾ ഹോക്കിന്റെ ബോഡിന്റെ പിക്ചർ ഒന്ന് കാണിക്കാവോ? ചേഞ്ചബിൾ ഹോക്കികളുടെ എൻ്റെ അടുത്ത് പിക്ചർ ഇല്ല മോനെ. ഇതില് മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അതിന് ആ തലയില് ഒരു ഇതുണ്ടാവും, ഒരു കിരീടം പോലെ ഒരു എണ്ണം ഉണ്ടാവും. കണ്ടോ? അതാണ് കിന്നരിപ്പരുന്ത് എന്ന് പേര് വരാൻ കാരണം. ഇതിന്റെ കോള് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ചേഞ്ചബിൾ ഹോക്കികള് കേട്ടോ? കേൾക്കുന്നില്ല മാം. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? ഇല്ല മാം. കേൾക്കുന്നില്ല? കേട്ടില്ല?
അത് ചെറിയ ശബ്ദമായതുകൊണ്ടായിരിക്കണം. അതിന്റെ ലിങ്കോ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയായിരിക്കും. ഓക്കെ ഓക്കെ, അത് ഞാൻ ഇടാം. ഇനി എന്താ ഡൗട്ട്? നിങ്ങൾക്ക് ഇത് ഒബ്സർവേഷൻ റിപ്പോർട്ട് എഴുതാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ അല്ലേ? ബേർഡ്സ് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായില്ലേ? നമ്മളെ സാധാരണ നമ്മളെ ചുറ്റും കാണുന്ന കുറച്ച് കൺഫ്യൂഷൻ ആകുന്ന നിങ്ങൾക്ക് കുറച്ച് റയർ ആയിട്ടുള്ളത് മാത്രല്ലേ ഉള്ളൂ. ഓക്കെ, എന്താ ആരും ഒരു ഉഷാറില്ലാത്ത? ബേർഡ്സിനെല്ലാം നിരീക്ഷിക്കുന്നത് നിങ്ങൾ കുറച്ച് സ്മാർട്ട് ആവണ്ടേ? നിങ്ങൾ എന്തെങ്ങനെ ഉഷാറായിട്ട് പറയുന്നേ? എന്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ചാടിത്തുള്ളി ഉത്തരം അറിയല്ലോ. നിങ്ങൾ എന്തെങ്കിലും പാവങ്ങളായിരിക്കുന്നത്? എന്നെ കണ്ട് പേടിച്ചിട്ടാ? എന്നെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങളെക്കാളും പോക്കാം എന്റെ കാര്യം. ടീച്ചറെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള നോക്കിയാലോ? ഓക്കെ, അല്ല ഒരു ലാസ്റ്റ് ഒന്നും കൂടി കേൾപ്പിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. ഞാനൊരു കോള് നിങ്ങളെ കേൾപ്പിച്ചു തരാം. അത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ നിന്നെങ്ങാണ്ട് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്നോട് പറഞ്ഞു തരണം. ഓക്കെ? ആ ഓക്കെ, ഞാൻ കേൾപ്പിച്ചു തരാം. പോയി ഒന്ന് പരുതട്ടെ. കേൾക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് ഇന്ത്യൻ കുക്കുവിന്റെ കോളാണ്. നിലമ്പൂര് ടീച്ചർ അത് വോളിയം കുറവായിരുന്നു, അതാണ്. വോളിയം കുറവായതുകൊണ്ടാ കേൾക്കാത്ത? വോളിയം കുറവായതുകൊണ്ടായിരിക്കാം. ആ കൂക്കു കൂക്കു എന്നുള്ളതാ ഞാൻ ചോദിച്ചത്, മറ്റേതല്ല. കേട്ടിരുന്നോ? ശബ്ദം കേൾക്കുന്നില്ല. ശബ്ദം കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇല്ല, അത് വോളിയം കുറവായതുകൊണ്ട് ഓഡിബിൾ അല്ല. ഓക്കെ, ഇനി എന്നാ ഒന്നും ഡൗട്ടില്ല എങ്കിൽ നമുക്ക് ഓക്കെ ആക്കാം, തീർക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് ഗ്രൂപ്പിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പക്ഷിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ കളറ്, അതിന്റെ കോള്, അതെന്ത് ചെയ്യായിരുന്നു, അതിന്റെ സൈസ്, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഗ്രൂപ്പില് ചെറിയ നോട്ടായിട്ട് ഇട്ടാ മതി. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആക്കാം. ഇപ്പൊ ഒന്നുമില്ലല്ലോ ഇനി? ഇനി കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ കൈകാര്യം ചെയ്യാം.
ഇപ്പൊ ഒരുവിധം എല്ലാം ഓക്കെ ആയിട്ടില്ലേ? നിങ്ങളുടെ ഡൗട്ട് ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലോ അല്ലെ പേഴ്സണലായിട്ടോ ഇട്ടോ കേട്ടോ. വാട്സപ്പിൽ നിങ്ങൾ ഇട്ടാൽ മതി, അല്ലാതെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. മാഷേ യെസ്, അവസാനിപ്പിക്കാം അല്ല? ഓക്കെ. ഇവരുടെ ഒരു അഭിപ്രായം പറയട്ടെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആരെങ്കിലും ഒരാള്? Thank you, teacher, for your this valuable class. Have a nice day. Nice day. മനോജ് എന്തെങ്കിലും പറയാനുണ്ടോ? മനോജ് പോയോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ. അതെ, നമുക്ക് അവസാനിപ്പിക്കാം. VC ഒരു നന്ദി പറയില്ലേ? പറയാം. അപ്പൊ നമ്മുടെ പക്ഷികളെ കുറിച്ചുള്ള സംശയങ്ങൾ തീരുന്നില്ല. അതുപോലെ തന്നെ പക്ഷികളെ നിരീക്ഷിച്ചാലും കഴിയുന്നില്ല. എല്ലാ ആളുകളുടെ ഉള്ളിലും പ്രകൃതി അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകരുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷികളെ ശ്രദ്ധിക്കാത്തതായി ആരും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ സമയം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശദമായ രീതിയിലുള്ള സൂക്ഷ്മ നിരീക്ഷണം അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്താൻ കെൽപ്പുള്ളവരാണ്. അവരുടെ കാരണം എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് പക്ഷികളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ ചില സംശയങ്ങൾ, പക്ഷികളെ ഒരുപോലുള്ള പക്ഷികളെ അല്ലെ ഒരേപോലെ തോന്നിപ്പിക്കുന്ന പക്ഷികളെ തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. അപ്പം എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും നന്ദി ഇപ്പോൾ പ്രകാശിപ്പിക്കുകയാണ്. ഈ ക്ലാസ് എടുത്ത നമ്മുടെ ഗ്രൂപ്പ് അംഗം തന്നെയായ ലതിക ടീച്ചർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.